സ്ത്രീകളുടെ രാത്രികാല യാത്രയ്ക്കായി KSRTC പിങ്ക് ബസ് ഇറക്കുന്നു. വൈകുന്നേരം 6 മുതൽ രാത്രി 10:45 വരെയാണ് സർവീസ് നടത്തുക. ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായുണ്ട്. ഇന്ദുലേഖ, വീണ്ടും സ്ത്രീകൾക്ക് അനുകൂലമായ മറ്റൊരു പദ്ധതി കൂടി നടപ്പിലാക്കപ്പെടുകയാണ്. എങ്ങനെയാണ് സർവീസുകൾ ക്രമീകരിക്കുന്നത്? നഗരപ്രദേശങ്ങളായിരിക്കുമോ അതോ കുറച്ച് ദീർഘദൂര സർവീസുകൾ ഉണ്ടാകും? ദിവിഷ്, പ്രിയദർശിനി ബസ് പോലെ തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും അധികം ഉപകാരം ചെയ്യത്തക്ക വിധത്തിലാണ് ഇത്തരത്തിൽ സർവീസ് പിങ്ക് ബസ് ആരംഭിക്കുന്നത്. തുടക്കത്തിൽ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആരംഭിക്കുന്നത്. രാത്രി 9 മണിക്ക് ശേഷം നമുക്കറിയാം, നഗരത്തിൽ വന്നിറങ്ങുന്ന സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ കൃത്യമായ രീതിയിലൊരു സൗകര്യമില്ലാത്ത അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ വന്നിറങ്ങുന്ന ആളുകൾ, അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് വരുന്നവർ, സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ സുരക്ഷിതമായി യാത്ര ചെയ്യാനൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നിലവിൽ KSRTCയുടെ ഓർഡിനറി സർവീസ് 9 മണിക്ക് ശേഷം അങ്ങനെ ലഭ്യമാകാത്തൊരവസ്ഥയുണ്ട്. അപ്പം അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ പല രീതിയിലും യാത്ര ചെയ്യേണ്ട അവസ്ഥ, ഓട്ടോകളെ അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളൊക്കെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പം ആ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ലക്ഷ്യം. മാത്രമല്ല, 9 മണി തൊട്ട് 5 മണി വരെ, രാത്രി 9 തൊട്ട് പുലർച്ചെ 5 മണി വരെയൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാകും ഡ്യൂട്ടിയിൽ. അത് ടെക്നോ പാർക്കിലെ ജീവനക്കാർ, അവരുടെ ഒരു സംഘം മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഇത്തരത്തിൽ യാത്രാക്ലേശം അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞ്. നമ്മുടെ കാര്യം തന്നെ, മാധ്യമപ്രവർത്തകരുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്രദമാകും വിധത്തിലാകും ഈ ഒരു സംവിധാനം പോവുക. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആരംഭിക്കുന്നത്, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ടെക്നോ പാർക്ക് റൂട്ടിലാണ് തുടക്കത്തിൽ ഇതിൻ്റെ സർവീസ് ആരംഭിക്കുന്നത്. കിഴക്കേക്കോട്ട, തമ്പാനൂർ, പട്ടം, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, ഇൻഫോസിസ്, ലുലുമോൾ, കിംസ് ആശുപത്രി വഴി സർവീസ് നടത്തുന്ന രീതിയിലാണ് തുടക്കത്തിൽ ഇതിൻ്റെ ഒരു സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത്. പദ്ധതിക്കായിട്ട് തിരുവനന്തപുരം അതുപോലെ തന്നെ എറണാകുളം ഡിപ്പോകളിൽ നിന്ന് സർവീസ് നടത്തുന്നതിന് ഏറ്റവും നവീനമായിട്ടുള്ള ഒരു ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ ഒരു സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ വെച്ച് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ നിർവഹിക്കും.